എന്താ വിളിച്ചേട്ടാ? ഇല്ലടി ആ കൊച്ചേ ഒരുപാട് ആഗ്രഹിച്ചാണ് ക്യാമ്പിൽ വരണമെന്നുള്ളത്. എന്താ ചെയ്യാൻ വിളിച്ചേട്ടാ? നമ്മുടെ ഈ ക്യാമ്പിന്റെ പേരും പറഞ്ഞ ആ കുട്ടി എന്തോരം അടിയും വഴക്കും കിട്ടിയെന്നറിയോ? എന്തോരം കരഞ്ഞിട്ടുണ്ട്. തങ്കച്ചേച്ചി ഇവിടെ വന്നിരുന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത്. അവരും കരയായിരുന്നു. അല്ല, എന്ത് സന്തോഷമായിട്ടാണ് അവിടെ വന്നിരുന്നെന്ന് അറിയാം. എൻ്റെ മടിയിരുന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വരാം മാമ, എല്ലാവരെയും വിളിച്ചോണ്ട് വരാം. ഇന്നാണ് ആ ക്യാമ്പെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഇത് ചെയ്തത്. അവനെ പാലേക്കൊന്നും വെക്കാണില്ല, എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ഇത്രയ്ക്ക് ദേഷ്യം അവർക്ക്. അവ അങ്ങനെ തന്നെയല്ലോ, അവ അങ്ങനെ ആണല്ലോ എല്ലാത്തിനും. നല്ലാതെ ഭയങ്കര വിഷമായിപ്പോയി. ആ കുട്ടി, ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും ഉണ്ട്, അവള് മാത്രമില്ല. അതാ അവള് വിളിച്ചോണ്ട് വന്ന കുട്ടികൾ വരെ ഉണ്ട്, അവള് മാത്രമില്ല. എന്ത് എന്റെ ക്യാമ്പ് ഇന്നല്ലേ തുടങ്ങണം? അതുകൊണ്ടൊന്നുമില്ല, എന്റെ തക്കളി മോളെ കൂടെ പങ്കെടുപ്പിക്കണം ക്യാമ്പിൽ. ശരിക്കും പറഞ്ഞാണോ? എന്ത് പറ്റി നിനക്ക്? ഇന്ന് മനമാനം കാര്യം എന്താ? ഒന്നുമില്ല, പിന്നെ നടക്കട്ടെ പരിപാടികൾ. എല്ലാരും വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ട് കേട്ടാ. മടിക്കണം കേട്ടോ എല്ലാം. താങ്ക് യു. മക്കളിങ്ങ വാ, ഇവിടെയാണോ? നീ കൂടെ അങ്ങോട്ട് വാ. തങ്കം വാ. ഒരു വൈകുന്നേരം ഒന്ന് ഇറങ്ങട്ടോ. അതെ, നമുക്കൂടെ പോയാലോ? എന്തിന്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ രണ്ടുപേരുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന്. നമുക്കേ രാഖിയുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ്സിലൊന്ന് പങ്കെടുത്താലോ? നമ്മൾ രണ്ടുപേരും വേണ്ട, ക്ലീറ്റോ മാത്രം മതി. ഞാനൊക്കെ. അത് നിന്റെ തോന്നൽ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് നിന്റെ സ്വഭാവത്തിനാണ് കുഴപ്പമെന്ന്, നിനക്ക് തോന്നി എന്റെ സ്വഭാവത്തിനാണ് കുഴപ്പമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടുപേരുടെയും സ്വഭാവത്തിന് എന്തോ കുഴപ്പമുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാന്ന്. രാഗി വേണോ? അത് വേണ്ടല്ലേ, അതിലും ഭേദം നമ്മളാ. Versus Alien.